Hello everyone. Product ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയ സോളിഡ്വർക്സിന്റെ സർട്ടിഫൈഡ് സോളിഡ്വർക്സ് പ്രൊഫഷണലിനെ പറ്റി പഠിപ്പിക്കുന്ന എൻ്റെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെൽ എന്ന് പറയുന്ന ഒരു ടൂളിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഷെൽ എന്ന് പറയുന്ന ടൂളിനെ പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒന്ന് രണ്ട് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു. അതായത് നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ച ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞതിനകത്ത് രണ്ട് ഡ്രാഫ്റ്റുകൾ കാണിച്ചു തന്നു. അപ്പോൾ ഈ രണ്ട് ഡ്രാഫ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്, രണ്ടും ഒരുപോലെയല്ലേ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ആൻസർ ഞാനിന്ന് തന്നിട്ട് നമുക്ക് ഷെല്ലിനെ പറ്റി ഇന്ന് മനസ്സിലാക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സോളിഡ് വർക്ക്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മളുടെ പാർട്സിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, നമ്മളുടെ പാർട്സ് അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൽ ഈ ഓരോ സെക്ഷനിലും അപ്ലൈ ചെയ്തിരിക്കുന്ന ഡ്രാഫ്റ്റ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയും നമുക്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഫീച്ചർ അപ്ലൈ ചെയ്തുകൂടെ എന്നാണ് ചോദിച്ചിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് ആ ഒരു ബോസ് എക്സ്ട്രൂഡിൻ്റെ കൂടെ വരുന്ന ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഡ്രാഫ്റ്റിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് എക്സാമ്പിളായിട്ട് കാണിച്ചു തരികയാണെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഒരു ഫേസ് എടുക്കാം. ഈ ഒരു ഫേസിനെ നമുക്ക് സ്കെച്ച് ചെയ്യാം. സ്കെച്ച് ചെയ്തിട്ട് നോർമൽ ടു ആക്കുന്നു. ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. രണ്ട് സൈഡിനെ ഈക്വൽ ആക്കി അതിനുശേഷം ഡയമെൻഷൻസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്കൊന്ന് ഇവിടെ കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തു, ശരിയല്ലേ? ഈ കട്ടിനകത്ത് വന്നാലും ഇവിടെ ഒരു ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഡ്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ചെരിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെരിക്കാനായിട്ട് സാധിക്കില്ല. ഇൻഡിവിജ്വലായിട്ട് ചെരിഞ്ഞ പ്രതലങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രാഫ്റ്റ് തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതായത് എനിക്കിപ്പോൾ ഈ ഒരു ഫേസ് മാത്രം ചരിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഡ്രാഫ്റ്റാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ന്യൂട്രൽ പ്ലെയിൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതിനെ സെലക്ട് ചെയ്തു. ചരിക്കേണ്ട ഫേസിനെ നമുക്ക് മാനുവലായിട്ട് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എത്ര ഡിഗ്രിയാണ് ചരിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ചരിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? ഇവിടെ ചരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫേസ് മാത്രമേ ചരിഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫേസുകളും പഴയ പോലെ തന്നെയാണ് നിൽക്കുന്നത്. അതേസമയം നമ്മൾ ആ ബോസ് എക്സ്ട്രൂഡ് അല്ലെങ്കിൽ കട്ട് എക്സ്ട്രൂഡിൻ്റെ കൂടെ വരുന്ന ആ ഒരു ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ 4 ഫേസിനും ഒന്നിച്ചായിരിക്കും ആ ഒരു ഫീച്ചർ അപ്ലൈ ആകുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ആ രണ്ട് ഫീച്ചേഴ്സിനെയും അല്ലെങ്കിൽ ആ രണ്ട് ടൂളിനെയും പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മളുടെ അടുത്ത ടൂളായിട്ടുള്ള ഷെൽ എന്ന് പറയുന്ന ടൂളിലേക്ക് പോവാം. അപ്പോൾ ഷെൽ എന്ന് പറയുന്ന ടൂളിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു മോഡലിന്റെ ഉൾവശത്തെ ഭാഗങ്ങളെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഷെൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഷെൽ ടൂൾ ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ പാർട്ട് ഫ്രം എ മോഡൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മോഡലിന്റെ ഉൾവശത്തുള്ള പാർട്സിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഷെൽ ടൂൾ എന്ന് പറയുന്നത്. അപ്പം അതായത് ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഷേപ്പിനെ നമ്മൾ ഷെൽ ടൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഷേപ്പിലേക്ക് മാറും. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നല്ല രീതിയിൽ നമ്മൾ സോളിഡ് വർക്സിൽ പ്രാക്ടിക്കലായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഷെൽ ടൂളിനെ പറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡ്രോയിങ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിന്റെ ഡയമെൻഷൻസും കാര്യങ്ങളും എല്ലാം. ഇതിന്റെ ഒരു ഡ്രോയിങ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ആവശ്യമാണെങ്കിൽ കൊടുക്കുന്നതാണ്. തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുന്നത്
മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ സോളിഡ് വർക്സിലേക്ക് പോവാം. അങ്ങനെ സോളിഡ് വർക്സ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ നമ്മളുടെ ഡയമെൻഷൻസിനെ ആദ്യം സെറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്സിലാണ് കിടക്കുന്നത്. ഓക്കെ, നമ്മുടെ ഡയമെൻഷൻസും സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്സിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പ്ലെയിനിലേക്ക് പോവുക. അപ്പം ഞാനിവിടെ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ഇപ്പം ജസ്റ്റ് ടോപ്പ് പ്ലെയിൻ തന്നെ സെലക്ട് ചെയ്യാം. സ്കെച്ച് കൊടുക്കുന്നു, ജസ്റ്റ് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ 4.5 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ സ്മാർട്ട് ഡയമെൻഷൻ എടുക്കുന്നു, ചെയ്യുന്നു, 4.5 കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. സ്മാർട്ട് ഡയമെൻഷൻസിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. ഈ ഒരു സ്കെച്ചിനെ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുന്നു. എക്സ്ട്രൂഡ് ചെയ്യേണ്ട ഡയമെൻഷൻസ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 7.5 സെൻറ്റിമീറ്റർ ആണ്. ആ 7.5 നമ്മളിവിടെ കൊടുക്കുന്നു. ഗ്ലോബൽ വേരിയബിളിൻ്റെ ഇതിൽ വന്നതുകൊണ്ടാണ്, അതിൻ്റെ ആവശ്യമില്ല. സെവൻ പോയിന്റ് 5 സെൻറ്റിമീറ്ററിൽ നമ്മൾ മുകളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്തെടുത്തു. അപ്പം നമ്മളുടെ ഫസ്റ്റ് ഷേപ്പ് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ഫേസിനെ സെലക്ട് ചെയ്യുന്നു. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ ഒരു മെത്തേഡ് മാത്രമല്ല ഉള്ളത്. നിങ്ങൾ വ്യത്യസ്തമായിട്ട് മറ്റൊരു മെത്തേഡിൽ ചെയ്ത് നോക്കിയാൽ ഈ ഒരു ഷേപ്പ് കിട്ടുന്നതാണ്. അതായത് ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് നമ്മൾ നേരത്തെ പഠിച്ച റിവോൾവ് ബോസ് ടൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഈ ഒരു മെത്തേഡാണ് എന്തായാലും എടുത്തത്. ഇതന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ട് നേരത്തെ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ മറ്റൊരു മെത്തേഡിൽ ഈ ഒരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ കാര്യങ്ങൾ അപ്ലൈ ചെയ്താൽ മതിയാവുന്നതാണ്. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു സ്കെച്ചിനെ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫേസിൽ. അതിനെ ജസ്റ്റ് നോർമൽ ടു ആക്കുകയാണ്. നോർമൽ ടു ആക്കിയതിന് ശേഷം കൺവേർട്ട് എൻറ്റിറ്റി എന്നുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് ആ ഒരു ഇതിനെ കൺവേർട്ട് ചെയ്തു. അതായത് ഈ ഒരു സ്കെച്ചിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ടൊരു സർക്കിൾ ഇവിടെ വരയ്ക്കേണ്ട ആവശ്യമില്ല. കൺവേർട്ട് എൻറ്റിറ്റി യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സ്കെച്ചിലേക്ക് ഇതിൻ്റെ ഔട്ടർ ഡയമെൻഷൻസ് ഓട്ടോമാറ്റിക്കലി വരും. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇവിടോട്ടൊരു ഇത് വരച്ചു. ഓക്കെ, നമ്മൾ ഡയഗ്രത്തിൽ നിന്ന് നമുക്കറിയാം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണെന്നുള്ള കാര്യം. പക്ഷെ ആ 3 സെൻറ്റിമീറ്റർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സർക്കിളിൻ്റെ ഔട്ടറും ഈ ഇതും തമ്മിൽ ഈ ഒരു സിമ്പിൾ വന്നിട്ടുണ്ടോ, അതായത് ഈ ഒരു റിലേഷൻ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത് ഇവിടെയും അതേ റിലേഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് മാത്രമല്ല ഇവിടെ ഇത് വെർട്ടിക്കൽ ആണോ എന്നുകൂടി ചെക്ക് ചെയ്യണം. ഇതിനകത്ത് നമ്മളെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്, കോയിൻസിഡൻ്റ് ആണ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ആണ് ഈ ലൈൻ എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മറ്റു വിഷയങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഡയമെൻഷൻ അപ്ലൈ ചെയ്യാം. ഈ 3 കാര്യങ്ങളും ഇല്ലെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും, ഇത് തെറ്റൊന്നും വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ 3 കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. 3 സെൻറ്റിമീറ്റർ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഷേപ്പിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രൂഡ്, ഏത് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? എക്സ്ട്രൂഡ് കട്ട്. അതെ, എക്സ്ട്രൂഡ് കട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഫീച്ചേഴ്സിൽ വരുന്നു, എക്സ്ട്രൂഡ് കട്ട് സെലക്ട് ചെയ്യുന്നു, ഡയറക്ഷൻസ് കറക്റ്റ് ആണ്, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എക്സ്ട്രൂഡ് കട്ട് ചെയ്യേണ്ട ഫേസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് കട്ടായിട്ട് പോകേണ്ടത്. സോ അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക.
ഓക്കെ കൊടുക്കുക. അത് കട്ടായിട്ട് പോയി. ഇപ്പം നമ്മളുടെ ബേസ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മളുടെ ഷെൽ എന്ന് പറയുന്ന ടൂളിനെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഷെൽ എന്ന് പറയുന്ന ടൂൾ ഇതാ ഇവിടെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഷെൽ ടൂളിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷെല്ലിൻ്റെ വോളിൻ്റെ തിക്നെസ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിവിടെ 1 സെൻറ്റിമീറ്റർ തന്നെ കിടന്നോട്ടെ. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം ഷെൽ എന്ന് പറഞ്ഞ ടൂളിനെ സെലക്ട് ചെയ്തു. ഇവിടെ തിക്നെസ്, വാൾ ഓഫ് തിക്നെസ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ തന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ കൊടുക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റം വന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പാർട്സ് ആണ് റിമൂവ് ആയിട്ട് പോയിരിക്കുന്നത്. ഷെൽ ഫീച്ചർ ഈ ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുള്ള പാർട്സ് റിമൂവ് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മൾ പുറത്തു നിന്ന് നോക്കുന്നതുകൊണ്ട് ഇതിനകത്ത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സെക്ഷൻ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സെക്ഷൻ വ്യൂവിൽ അകത്തുള്ള പാർട്സ് റിമൂവ് ആയിരിക്കുന്നത് കാര്യം. ഓക്കെ അല്ലേ? സെക്ഷൻ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അകത്തുള്ള കാര്യത്തിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സെക്ഷൻ വ്യൂവിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. വീണ്ടും ഷെൽ ഫീച്ചറിൽ വന്നിട്ട് എഡിറ്റ് ഷെൽ ഫീച്ചർ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളുടെ ഡയഗ്രത്തിലുള്ളതുപോലെ നമ്മളിവിടെ 0.10 സെൻറ്റിമീറ്റർ എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തിട്ട് ഇതിനെ ക്രോസ് സെക്ഷൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ആ ഒരു വോളിൻ്റെ തിക്നെസ് കുറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. വീണ്ടും ഷെല്ലിനെ എടുത്തിട്ട് എഡിറ്റ് ഫീച്ചർ എടുക്കുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതു ഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരേണ്ടതെന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പം ഇവിടെ ഏത് ഫേസ് ആണോ കൊടുക്കുന്നത് ആ ഒരു ഫേസ് കട്ടായിട്ട് പോകും. ഓക്കെ, ഞാൻ ഈ ഒരു ഫേസ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഫേസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഫേസ് ഓപ്പൺ ആകും. ഓപ്പൺ ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഫേസ് റിമൂവ് ആകും. ചെയ്ത് നോക്കാമല്ലോ നമുക്ക്. ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഫേസ് റിമൂവ് ആയി. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് ആണ് റിമൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. അപ്പം നമ്മളുടെ ഡയഗ്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഷേപ്പ് അല്ല വേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വോളിന് തിക്നെസ് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളുടെ ആ ഷെൽ ഫീച്ചറിൽ വരിക, എഡിറ്റ് ഫീച്ചർ സെലക്ട് ചെയ്യുക. അപ്പം എഡിറ്റ് ഫീച്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് വോളിനാണോ തിക്നെസ് വേണ്ടത്, തിക്നെസ് കൂടേണ്ടത്, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. മൾട്ടി തിക്നെസ് സെറ്റിംഗ്സ് എന്നാണ് ഇതിന് പറയുന്നത്. കാര്യം നമ്മൾ ഈ ഒരു ബോഡിയിൽ ഷെൽ എന്ന് പറഞ്ഞ ഫീച്ചറിനെ അപ്ലൈ ചെയ്തു. അപ്പോൾ ആ ഫീച്ചർ അപ്ലൈ ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡിലും ഒരേ തിക്നെസ്സിലായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ മൾട്ടി തിക്നെസ് സെറ്റിംഗ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ സൈഡിലും ഒരേ തിക്നെസ് വരുന്ന ആ ഒരു ഇതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഈ മൾട്ടി തിക്നെസ് സെറ്റിംഗ്സ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എത്ര സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്, 1 സെൻറ്റിമീറ്റർ ആണ് വേണ്ടതെന്നുള്ളത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായിട്ട് തന്നെ കാണാം നമ്മളുടെ ആ ഒരു ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ആ ഒരു മോഡല് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെൽ എന്ന് പറഞ്ഞ ടൂളിനെ പറ്റി നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.